നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 14 തീയതി 1199 ആണ്ട് കുംഭമാസം 1 തീയതി ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ഇന്ന് ബുധനാഴ്ച. ബുധൻ എപ്പോഴും പ്രവൃത്തികാരകനാണ്, നല്ല ദിവസമാണ്. മാത്രമല്ല ഇന്ന് ശുഭനക്ഷത്രമാണ് രേവതി നക്ഷത്രം. നക്ഷത്രങ്ങളിൽ രേവതിക്ക് മുകളിലൊന്നുമില്ല. നമ്മളൊരു സംഖ്യ ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ കോടി അല്ലെങ്കിൽ ശതകോടി സഹസ്രകോടി എന്നൊക്കെ പറയാമെങ്കിലും ഏറ്റവും വലിയ സംഖ്യ 9 ആണ്. 9ന് മുകളിൽ സംഖ്യയില്ല. നക്ഷത്രങ്ങളിൽ രേവതിക്ക് മുകളിൽ നക്ഷത്രവുമില്ല. ഇന്ന് രേവതി നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. ബുധനാഴ്ച രേവതി നക്ഷത്രം. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. കാരണം ബുധനാഴ്ച രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ആൾറെഡി ഇപ്പോൾ 7 ശനിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോമൺ ആയിട്ട് 7 ശനി എല്ലാ രേവതിക്കാർക്കും 7 ശനി തന്നെയാണ്. അതൊക്കെ നമുക്ക് ശനിയുടേതായ കുറച്ച് നെഗറ്റീവ്സ് വരുമെങ്കിലും ബർത്ത്ഡേ നമ്മളൊരു വർഷത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയായിരിക്കും ഈ ഒരു വർഷം എന്നറിയുക. അതേപോലെ ഇന്ന് എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്കിറങ്ങാം. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ് ഇന്ന്. ശുഭനക്ഷത്രം, അതുപോലെ ശുഭദിവസം, ഇവയൊക്കെ വന്നിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഇന്ന് എടുക്കാവുന്ന ദിവസമാണ്. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, യാത്രയ്ക്ക് രാഹുകാലത്തിന് പ്രാധാന്യമുണ്ട്. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. ഇത് പ്രകൃതിയിൽ രാഹുവിന് അനുവദിച്ചിരിക്കുന്ന സമയമാണ് 1.5 മണിക്കൂർ നേരം. ഈ സമയത്ത് നമ്മളൊരു കാര്യത്തിന് യാത്ര തിരിക്കുകയാണെങ്കിൽ നമ്മളെ പാമ്പ് എഴയും പോലെ എഴപ്പിക്കും. 3 കിലോമീറ്റർ ഓടിയാലേ 1 കിലോമീറ്റർ എത്തുള്ളൂ. അതുകൊണ്ടാണ് രാഹുകാല സമയം യാത്രയ്ക്ക് നമ്മൾ ഒഴിവാക്കാൻ പറയണേ. അപ്പോൾ യാത്ര സാധാരണ ബുധനാഴ്ച ദിവസം 12 മണി മുതൽ 1:30 മണി വരെ രാഹുകാലം എന്ന് കലണ്ടറിലിട്ടിരിക്കും. നമ്മൾ കലണ്ടറൊക്കെ നോക്കിയിട്ടാണ് രാഹുകാലം നോക്കി ഇറങ്ങുന്നത്. രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും ഒക്കെ അത് സുപ്രധാനമായ നെഗറ്റീവ് എനർജിയുള്ള സമയമായതുകൊണ്ട് കലണ്ടറിൽ ഇട്ടിരിക്കും. പക്ഷേ കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ 6 മണി സമയത്തെ ആസ്പദമാക്കിയാണ് സൂര്യ ഉദയം. അപ്പോൾ സൂര്യ ഉദയത്തെ ആസ്പദമാക്കിയാണ് വ്യത്യാസം പറഞ്ഞതെന്ന്. 12 മണി 39 തൊട്ടാണ് രാഹുകാലം ആരംഭിക്കുന്നത്. 12 മണി 30 മിനിറ്റ് തൊട്ട് 2 മണി 6 വരെ രാഹുകാല സമയമുണ്ട്. ഒന്നുകിൽ 12 മണി 36 മുമ്പ് നിങ്ങൾ ഇറങ്ങണം, അല്ലെങ്കിൽ 2 മണി 6 ശേഷമേ ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കാവൂ. ഇത് യാത്രയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റ് 2 കാര്യങ്ങൾ, യമകണ്ഠനും ഗുളികനും, ഇത് 2 ശുഭകാര്യങ്ങൾക്ക് അവരുടെ നെഗറ്റീവ് ബാധിക്കും ആ സമയത്ത് എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിക്ക്. അതുകൊണ്ടാണ് ആ സമയത്തിനെയും കൂടി ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഗുളികകാലം 11 മണി 11 തൊട്ട് 12 മണി 39 വരെയാണ്. 11 മണി 12 തൊട്ട് 12 മണി 39 വരെ ഗുളികകാല സമയമുണ്ട്. അപ്പോൾ ഗുളികൻ അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്ത് അത്രയും നെഗറ്റീവ്സ് ഉണ്ടാവും. അതുപോലെ യമകണ്ഠകാലം പറഞ്ഞത് 8 മണി 16 തൊട്ട് 9 മണി 43 വരെയാണ് രാവിലെ. അപ്പോൾ ഈ 3 സമയം, 1.5 മണിക്കൂർ നേരം രാഹുകാല സമയം യാത്രയ്ക്ക് ഒഴിവാക്കുക. മറ്റ് 3 മണിക്കൂർ നേരം 12 മണിക്കൂറുള്ളതിൽ നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യരുത്, ഒഴിവാക്കുക. ബൈ ചാൻസ് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക്
അഭിജിത്ത് മുഹൂർത്തം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അന്നത്തെ അഭിജിത്ത് മുഹൂർത്തം രാവുകാലത്താണ് കയറി വരണേ. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം നമുക്ക് വരുന്നത്, അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:15 തൊട്ട് 1:03 വരെ അഭിജിത്ത് മുഹൂർത്തം ഉണ്ടെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണ്ട. കാരണം മറ്റ് മുഹൂർത്ത രാശി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അഭിജിത്ത് മുഹൂർത്തം അന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഞാൻ പറഞ്ഞു ഭാഗ്യദായകമായ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ബുധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തുക. അതുപോലെ എത്രത്തോളം ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ചു പോകുന്നു ഓരോ ബുധനാഴ്ച ദിവസങ്ങളിൽ ചെയ്തു പോകുന്നതും ഭാഗ്യദായകമായി തീരും. അതിനൊപ്പം തന്നെ ഇന്ന് വസ്ത്രധാരണം ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുക. ആകിലും പച്ച കളറ് വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ പച്ച വസ്ത്രം നമുക്ക് ധരിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പച്ച കളറിലുള്ള കർച്ചീപ്പെങ്കിലും നമ്മളെ കൂടെ കരുതുക. കാരണം ഈ വസ്ത്രം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യും. അത് ഉദാഹരണം, നല്ല ചൂട് സമയത്ത് നമ്മൾ കറുത്ത വസ്ത്രമൊക്കെ ധരിക്കുകയാണെങ്കിൽ സൂര്യകിരണങ്ങൾ അതിലേക്ക് ആഗിരണം ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഉഷ്ണം ഉണ്ടാവും, പെട്ടെന്ന് വേർക്കും, പെട്ടെന്ന് ടയേർഡാവും. അതുപോലെ അത്രയ്ക്ക് ശക്തിയുണ്ടെന്നാണ് നമ്മളിലേക്ക് ആ എനർജി ആഗിരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ പച്ച വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, നമുക്ക് ഭാഗ്യദായകമായ ദിവസമാണ്. ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കാര്യങ്ങൾ മാറി നിൽക്കാതെ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം സ്പീഡിൽ ചെയ്ത് തീർത്തോളുക. ഈ ദിവസം നിങ്ങൾക്ക് സന്തോഷപ്രദവും സൗഭാഗ്യപ്രദവുമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.